ഹായ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത്, ഈ ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഞാൻ നേരത്തെ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, 2 കൊല്ലം മുമ്പ് ഞാനത് ചെയ്തപ്പം എൻ്റെ ആ ഒരു എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ ഈ അടുത്തിടയ്ക്ക് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ ഒരു ഫുഡ് റുട്ടീനും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളും ഒക്കെ പറ്റും. ചില കാര്യങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ചെയ്യരുതാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ പറ്റിയൊക്കെ ഒന്ന് ഈ വീഡിയോയിൽ പറയാമെന്ന്. അപ്പം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു വെയിറ്റ് ലോസ് ടെക്നിക്കാണ്. ആ ഒരു വെയിറ്റ് ലോസ് ടെക്നിക്കിൽ ഇത് ഫോക്കസ് ചെയ്യുന്നത് എന്ത് കഴിക്കുന്നു എന്നതിനേക്കാളുപരി എപ്പോൾ കഴിക്കുന്നു എന്നതിലാണ്. അതാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന്റെ ഒരു സംഭവം ഇരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ ആ ഒരു ടൈമാണ്, എപ്പോൾ കഴിക്കുന്നു എന്നൊരു കാര്യമാണ് അതിൻ്റെ ഒരു വെയിറ്റ് ലോസ് ടെക്നിക്ക് ഫോളോ ചെയ്യുന്നത്. അപ്പം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കറിയാം ഇതിന് ഈറ്റിംഗ് വിൻഡോയും ഉണ്ട്, ഫാസ്റ്റിംഗ് വിൻഡോ, അങ്ങനെ 2 സംഭവമുണ്ട്. അപ്പം ഈ ഈറ്റിംഗ് വിൻഡോയിൽ നമുക്ക് കഴിക്കാം, ഫാസ്റ്റിംഗ് വിൻഡോയിൽ നമ്മൾ കലോറി അടങ്ങിയ കാര്യങ്ങളൊന്നും കഴിക്കത്തില്ല. അപ്പം ഫാസ്റ്റിംഗ് വിൻഡോയിൽ നമ്മൾ കലോറി അടങ്ങിയ കാര്യങ്ങൾ കഴിക്കത്തില്ല എന്നേ പറയുന്നുള്ളൂ. നമുക്ക് വെള്ളം കുടിക്കാം. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈറ്റിംഗ് വിൻഡോയിലും ഫാസ്റ്റിംഗ് വിൻഡോയിലും നല്ല പോലെ നമുക്ക് ആവശ്യത്തിനും ദാഹത്തിനനുസരിച്ചും അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം. അല്ലാതെ അത് ഒഴിവാക്കിയ ഒരു പരിപാടിയില്ല. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് വിൻഡോയിൽ നമുക്ക് ഭക്ഷണം, അതായത് കലോറി അടങ്ങിയ കാര്യങ്ങൾ കഴിക്കില്ലെന്നേ ഉള്ളൂ. നമുക്ക് വെള്ളം ആവശ്യത്തിലധികം കുടിക്കാൻ പറ്റും. പിന്നെ ഗ്രീൻ ടീ, ഷുഗർ ഇടാത്ത ഗ്രീൻ ടീ ഒക്കെ കുടിക്കാമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം വെള്ളം കുടിക്കണം, മെയിനായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട. അപ്പം ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളം നല്ല പോലെ ഈറ്റിംഗ് വിൻഡോയിലും ഫാസ്റ്റിംഗ് വിൻഡോയിലും ഒക്കെ കുടിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ചാടി കയറി ഈ 80:16 എന്നുള്ള റേഷ്യോയിലൊന്നും നിങ്ങളുടെ ഈറ്റിംഗ് വിൻഡോയും ഫാസ്റ്റിംഗ് വിൻഡോയും ഒന്നും എടുക്കല്ലേ. എപ്പോഴും കുറഞ്ഞ സമയത്തിൽ വേണം അത് സ്റ്റാർട്ട് ചെയ്യാൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് 12 hours ഫാസ്റ്റിംഗ്, 12 hours ഈറ്റിംഗ്, അങ്ങനെ ഉള്ള ഒരു ഇതിൽ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ എടുക്കുന്ന പോലെ 10:14, 10 hours ഈറ്റിംഗ്, 14 hours ഫാസ്റ്റിംഗ്. അതൊരു വലിയ ഒരു ഗ്യാപ്പ് അല്ല എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ഗ്യാപ്പാണ് ഈ 10:14 എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ചിലപ്പം അത് സഹിക്കാൻ പറ്റാത്തവരും കാണും. അപ്പം അത് അവരുടെ ആ ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പം അവർക്ക് അവരുടെ ഒരു ബോഡിക്കും ഒരു മാനസികാവസ്ഥയ്ക്കും ഒക്കെ പറ്റുന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. എന്നിട്ട് പതുക്കെ ആ ഒരു ടൈം ഇങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ ഫാസ്റ്റിംഗ് വിൻഡോ ഇങ്ങനെ ഫാസ്റ്റിംഗ് വിൻഡോയുടെ ടൈം ഇപ്പം കൂട്ടി കൊണ്ടുവരണം. അതായത് ഇപ്പം നിങ്ങൾ രാവിലെ 8 മണിക്ക് ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു, 6:30 ആകുമ്പോഴത്തേക്കിനും നിങ്ങൾ നിങ്ങളുടെ ലാസ്റ്റ് മീൽ 6:30 എടുത്തു എന്ന് വിചാരിക്കുക. ഒരു 1.5-2 ആഴ്ച ഒരു 6:30 എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ പതുക്കെ അത് 6 മണിയാക്കണം. അങ്ങനെ 6 മണിയാക്കണം. പിന്നെ കുറച്ച് നല്ല വണ്ണമുള്ളവരാണെങ്കിൽ അതനുസരിച്ച് കുറച്ച് വരണം. എന്ന് വെച്ചാൽ ഒത്തിരി ആക്കല്, ഒത്തിരി അങ്ങ് കുറച്ച് ഫാസ്റ്റിംഗ് വിൻഡോ കൂട്ടുകയും ചെയ്യല്. നിങ്ങൾ ഡെയിലി ഈറ്റിംഗ് വിൻഡോയിൽ ഒരു 3 മീൽ എടുത്തിരിക്കണം. അത് കൃത്യമായിട്ടും അവരവർക്ക് ആവശ്യത്തിനുള്ള ഒരു 3 മീൽ എല്ലാം അടങ്ങിയ ഒരു 3 മീൽ എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ അങ്ങനെ ആയിരുന്നു. കാരണം എനിക്ക് അതല്ലാതെ പറ്റത്തില്ല. എനിക്ക് നമ്മൾ ഭയങ്കരമായ ഒരു ക്ഷീണത്തിലേക്കൊക്കെ പോവും. നമ്മുടെ ബ്ലഡ് കൗണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞു പോകും. അതുകൊണ്ട് ഇപ്പം 8:16 എന്നുള്ള റേഷ്യോയിലാണെങ്കിലും എങ്ങനെങ്കിലും ഒരു 3 മീൽ എടുക്കണം. 3ാമത്തെ മീൽ ചിലപ്പം നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കഴിക്കാൻ പറ്റത്തില്ലായിരിക്കും. 8:16 ഒക്കെ എടുക്കുന്നവർക്ക് 3ാമത്തെ മീൽ അത് കുഴപ്പമില്ല. ആദ്യത്തെ 2 മീൽ എന്തായാലും പ്രോട്ടീനും
ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ, കാർബ്, പ്രോട്ടീൻ, ഫൈബർ, ഈ വക കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുള്ള മീല് തന്നെ ആയിരിക്കണം നിങ്ങൾ ഈ ഈറ്റിംഗ് വിൻഡോയിൽ എടുക്കേണ്ടത്. അല്ലാതെ ഒരു കാര്യം ചെയ്യല്ല. നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് വേണം വണ്ണം കുറയ്ക്കാൻ, അല്ലാതെ ഭക്ഷണം കളഞ്ഞ് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഡിന്നർ കുറച്ചൊരു വേള ഒരു എന്താ പറയുന്നത് കുറഞ്ഞാലും, അപ്പം മൂന്നാമത്തെ മീലൊക്കെ ചിലപ്പം എനിക്ക് എപ്പോഴും ആദ്യത്തെ 2 മീല് ഞാൻ നന്നായിട്ട് കഴിച്ചാൽ മൂന്നാമത്തെ മീൽ എനിക്ക് അത്രയ്ക്ക് ഇപ്പം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുമ്പം, കാരണം നേരത്തെ കഴിക്കുന്നതുകൊണ്ട് അത്രയും കഴിക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ ഞാനൊരു 3 മീലും ഇടയ്ക്ക് 2 ചെറിയ എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് ഫ്രൂട്ട്സോ അങ്ങനെ 2 മീലും എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കും ഞാൻ. കാരണം അല്ലെങ്കിൽ എനിക്കറിയാം എൻ്റെ ബോഡി അതുപോലെ എന്താ പറയുന്നത് ക്ഷീണമാകും, എനിക്ക് അങ്ങനെ ഒരു ക്ഷീണം ഫീൽ ചെയ്യും. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഈറ്റിംഗ് വിൻഡോയും ഫാസ്റ്റിംഗ് വിൻഡോയും ഒക്കെ ഈ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു വ്യക്തി ഈ ഗ്രാജുവലി ആ ഒരു ഫാസ്റ്റിംഗ് വിൻഡോ കൂട്ടിക്കൊണ്ട് വരാവുള്ളൂ. ഒരിക്കലും അത് വലിയൊരു ആദ്യം തന്നെ കയറി ഒരു 16 hours ഫാസ്റ്റിംഗ് ഒന്നും ചെയ്യല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് അവർക്ക് തന്നെയാണ് കുഴപ്പം. അപ്പം അത് നമുക്ക് ചിന്തിക്കുമ്പോൾ, നമുക്ക് സാധാരണ ഒരാൾക്ക്, ഒരു കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തിക്ക് അത് നമുക്ക് ആദ്യം എന്താ പറയുന്നത് നമുക്കത് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, തുടക്കത്തിൽ തന്നെ ഇത്രയും അവേഴ്സ് ഫാസ്റ്റ് ചെയ്താൽ ഒന്നാമത് ശീലമില്ലാത്തപ്പം എന്തായാലും ബോഡി അതിന് എന്താ പറയുന്നത് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഗ്രാജുവലി സ്റ്റാർട്ട് ചെയ്തിട്ട് പതുക്കെ ഇങ്ങനെ കുറച്ച് ഒരു പാകത്തിന് എത്തിക്കുക. എന്തായാലും 3 മീൽ എടുക്കാനുള്ള ഒരു ഈറ്റിംഗ് വിൻഡോ ഉണ്ടായിരിക്കണം. ആ ഒരു ഈറ്റിംഗ് വിൻഡോയിൽ എപ്പോഴും കോമൺ ആയിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ 8:16 എന്നുള്ള റേഷ്യോ ആണ് നല്ല വണ്ണം ഉള്ളവർ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു റേഷ്യോ എന്ന് പറയുന്നത് 8:16 ആണ്. പിന്നെ വണ്ണം മെയിൻറ്റെയിൻ ചെയ്യാനും ഈ പറഞ്ഞ പോലെ വണ്ണം അധികം കുറയ്ക്കേണ്ട. എന്നെ സംബന്ധിച്ച് എനിക്ക് വണ്ണം ഇനിയിപ്പോൾ അധികം കുറയ്ക്കേണ്ട, എനിക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ മതി. അപ്പം ഞാൻ എടുക്കുന്ന ഒരു റേഷ്യോ 10:14 ആണ്. ആഴ്ചയിൽ 5 ദിവസം 10:14 എന്നുള്ള റേഷ്യോയിലാണ് ഞാൻ പോകുന്നത്. അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം. നമുക്ക് ഈ ആഴ്ചയിൽ 7 ദിവസത്തിൽ 5 ദിവസം നമുക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാം. 2 ദിവസം നമുക്ക് നോർമലായിട്ട് പോവാം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ അത് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് ഒരു കാര്യം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ആദ്യമായിട്ട് തുടങ്ങുന്നവർ ഗ്രാജുവലി ഈ ഫാസ്റ്റിംഗ് വിൻഡോയുടെ സമയമൊക്കെ കൂട്ടിക്കൊണ്ടുവരാവുള്ളൂ. പിന്നെ ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ കഴിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന്റെ ആ ഒരു ഇത് ഫോളോ ചെയ്യുന്നത് എപ്പോൾ കഴിക്കുന്നു എന്നതിലാണെന്ന് പറഞ്ഞാലും, എന്ത് കഴിക്കുന്നു എന്നതിൽ ഉപരി എപ്പോൾ കഴിക്കുന്നു എന്നതാണ് അത് ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാലും, നമ്മൾ കഴിക്കുമ്പം ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കണം. പിന്നെ 3 മീൽ എടുക്കുന്നതിലും നിങ്ങൾക്ക് വേണ്ട പ്രോട്ടീനും കാർബും എന്താ പറയുന്ന ഫൈബറും എല്ലാം അതിനകത്ത് ഉൾക്കൊള്ളിച്ച് വേണം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഫുഡ് കഴിക്കുന്നു എന്ന് പറഞ്ഞ ഒരു പേരിന് വേണ്ടിയിട്ട് ചുമ്മാ കുറേ അങ്ങ് ചോറുണ്ണുക, കൂട്ടാനൊന്നും കൂട്ടാതെ, അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ആ ഒരു ഈറ്റിംഗ് വിൻഡോയിൽ അങ്ങ് കഴിക്കുക, അതൊന്നും ചെയ്യല്ല. എന്താ പറയുന്നത്, എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ മെയിനായിട്ടും വീട്ടിൽ വെച്ച് ഫുഡ് തന്നെ ഈ 3 നേരവും കഴിക്കുക. പക്ഷെ കഴിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത് അതിനകത്ത് പ്രോട്ടീനും ഫൈബറും കാർബും എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി പറഞ്ഞ പോലെ ബ്ലഡ് കൗണ്ട് കുറയും, ക്ഷീണം ഭയങ്കരമാകും, മുടി കൊഴിയുന്ന ഒരു ഭയങ്കര ഇതാണ്. ഈ പ്രത്യേകിച്ച് ഈ ഡയറ്റ് ചെയ്യുന്നവർക്കും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുടി പൊഴിച്ചിലൊക്കെ ഉണ്ടാകും. അപ്പം അതിനുള്ളത് നമ്മൾ ഫുഡിൽ കഴിക്കണം. മുടിയൊക്കെ പൊഴിയുമ്പോൾ ഇപ്പം എന്താ പറയുന്നത്, അതിനുള്ള ഇലക്കറികളാണേലും ഇപ്പം ബയോട്ടിൻ അടങ്ങിയ അത് നമ്മുടെ സീഡ്സ് ഈ സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, അതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ മുട്ടയും ചീരയൊക്കെ കഴിച്ചാലും മതി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചാലും നമുക്ക് എന്താ പറയുന്നത് ഈ മുടി പൊഴിച്ചിലിനും, പിന്നെ പ്രോട്ടീനായിട്ട് നമുക്ക് മുട്ട കഴിക്കാം, പയറുവർഗ്ഗങ്ങൾ, മീൻ, ഇറച്ചി, നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ അതെല്ലാം ഹെൽത്തി വേയിൽ നന്നായിട്ട് തന്നെ കഴിക്കണം. ഈ 3
ഞാൻ ഈ 3 മീൽ എടുക്കും. അതാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഈ ഒരു 10 hours ഞാനൊരു 3 മീൽ എടുക്കും. ആ 3 മീലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കഴിവതും ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം എനിക്ക് ഇത് ഇങ്ങനെയുള്ള തുടക്കത്തിൽ ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് മുടിയൊക്കെ, ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ലപോലെ കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളിത് ഈ കാര്യങ്ങളും കൂടെ കുറച്ച് ശ്രദ്ധിക്കണം. നമ്മൾ തോന്നിയ പോലെ കഴിക്കല്ലേ, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു 3 മീലിൽ ഉൾക്കൊള്ളിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യാസം വരും. മുടി കൊഴിയുന്ന കാര്യത്തിലാണെങ്കിലും മുടി കൊഴിച്ചിലൊക്കെ മാറും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഈ കൗണ്ടുകളൊന്നും, നമ്മുടെ ബ്ലഡ് സംഭവങ്ങളൊന്നും കുറയത്തുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മുടെ മീൽ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആരും മറക്കരുത്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്ത് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ആക്ച്വലി നല്ല രീതിയിൽ തന്നെ ഈ ഈറ്റിംഗ് വിൻഡോയിൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ അവനവന് ആവശ്യമുള്ളത് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ കഴിച്ച് തന്നെ വേണം വണ്ണം കുറയ്ക്കാനായിട്ട്. പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ചിലരുടെ ബോഡിക്ക് അത് സ്യൂട്ട് ആകത്തില്ല. ചിലപ്പം ഓരോരുത്തരുടെ ബോഡിയും ഓരോരുത്തരുടെ ജീനും എല്ലാം വ്യത്യാസമാണ്. ഞാനിപ്പം എത്ര നിങ്ങളോട് എൻ്റെ ഈറ്റിംഗ് പാറ്റേണും ഞാൻ കഴിക്കുന്ന ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലും എൻ്റെ ബോഡിക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു എക്സാമ്പിളാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് അത് സ്യൂട്ടാകണമെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഉറപ്പില്ലാത്ത കാര്യമാണ്. കാരണം എൻ്റെ ബോഡിയും നിങ്ങളുടെ ബോഡിയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ബോഡി ഒന്ന് അനലൈസ് ചെയ്യണം. ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ഒന്ന് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക്, അതായത് നിങ്ങൾ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞ് നേരെ ചൊവ്വയൊക്കെ എന്ന് വെച്ചാൽ കറക്റ്റായിട്ടെല്ലാം കഴിച്ചിട്ടും നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ക്ഷീണവും അല്ലെങ്കിൽ ഒരു സിക്ക് ഫീലിങ്ങും ഒക്കെയാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ആദ്യം നിങ്ങൾ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒന്ന് നിർത്തിയിട്ട് വീണ്ടും ഒരു നോർമലായിട്ടുള്ള രീതിയിൽ ഒന്ന് ഇത് ചെയ്യുമ്പം നിങ്ങളുടെ ആ ഒരു സിക്ക് ഫീലിംഗ് ഒക്കെ മാറിയെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് ചിലപ്പോൾ അത് ചേരുന്നുണ്ടാവത്തില്ല. അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് കഴിക്കാവുന്ന കാര്യങ്ങൾ, നിങ്ങൾക്കിപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്ത് തന്നെ വണ്ണം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണുക, അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കാണുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും ഏതൊക്കെ രീതിയിൽ ഫുഡ് കഴിക്കണം, എന്തൊക്കെ ഫുഡുകൾ കഴിക്കണം. അപ്പം അങ്ങനെ ഇപ്പം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുവാണെങ്കിൽ തന്നെ അത് ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത് അവർ പറഞ്ഞു തരും. അപ്പം നിങ്ങൾക്ക് അത്രയും ആ ഒരു ക്ഷീണവും ആ ഒരു ഇതും കാണത്തില്ല. അപ്പം നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തെ ഒന്ന് അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്തിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സിക്ക് ഫീലിംഗ്, ഭയങ്കര ടയേർഡായിട്ട് തോന്നുക എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇപ്പം ഞാനൊക്കെ തന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പം കൂടുതലും ജോലി ചെയ്യുമ്പോഴത്തേനും എനിക്ക് ടയേർഡ്നെസ് ഉണ്ടാകും. അതല്ലാതെ അതി കഴിഞ്ഞ് നമുക്കൊരു ഉള്ളിന്നൊരു ഈ ഫറ്റീഗ് എന്ന് പറഞ്ഞ സംഭവമില്ലേ, ഉള്ളിന്നൊരു ക്ഷീണം വരിക. സാധാരണ ഒരു ടയേർഡ്നെസ് അല്ല, നമുക്ക് ആ ഒരു ഫറ്റീഗ് തോന്നുക എന്ന് പറയത്തില്ലേ, അതെന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു ഉള്ളിൽ ഒരു ക്ഷീണമൊക്കെ തോന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സിക്കായിരിക്കും, ആ ഒരു സിക്ക് ഫീലിംഗ്, അത് എന്തെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് പറ്റുന്നുണ്ടാകത്തില്ല. അത് ഉറപ്പായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പം ശ്രദ്ധിക്കണം. അതൊക്കെ തള്ളിവിട്ട് ഇങ്ങനെ ഇത് തന്നെ ആ ഒരു വണ്ണം കുറയ്ക്കണം എന്നുള്ള ഒരു ചിലർക്ക് വണ്ണം കുറയ്ക്കണം എന്നുള്ള ഒരു അമിതമായ ഒരു ആഗ്രഹത്തിൻ്റെയും, ചിലപ്പം ഈ പറഞ്ഞ പോലെ എല്ലാവരും വണ്ണം ഉള്ളവരെ എല്ലാവരും കളിയാക്കും. വണ്ണം ഉള്ളവരെ ആണെങ്കിലും വണ്ണം കുറഞ്ഞാലും വണ്ണം വെച്ചാലും ഒക്കെ കാണുന്നവർക്കാണ് നമ്മളെക്കാട്ടിലും കൂടുതൽ കുഴപ്പം. വണ്ണം ഉള്ള നമ്മളെക്കാട്ടിലും കുഴപ്പം കാണുന്നവർക്കാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ആ ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും ഇവർ ഈ വണ്ണം കുറയ്ക്കുന്നത്.
അപ്പം പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. മറ്റുള്ളവർ എന്ത് വേണേലും പറഞ്ഞോട്ടെ, നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം. ഇപ്പം വണ്ണം ഉണ്ടെങ്കിലും വണ്ണമില്ലേലും നമ്മുടെ ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പം വണ്ണം ഉണ്ട് പക്ഷെ നിങ്ങളുടെ സംഭവങ്ങളെല്ലാം നോർമലാണ്, അതായത് ബ്ലഡും കൗണ്ട് ചെക്ക് ചെയ്യുമ്പോഴും അല്ലെ ഹോർമോൺ ചെക്ക് ചെയ്യുമ്പോഴും എല്ലാം നോർമൽ ആണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ആ ഒരു അപ്പിയറൻസിൻ്റെ ഇതിൽ നിങ്ങളുടെ വണ്ണം കുറയ്ക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിൽ ഞാൻ പറയുന്നത് ചെയ്യണ്ടെന്ന്. നിങ്ങൾക്ക് ഒരു ഹെൽത്ത് പ്രോബ്ലം ഇല്ല ആ വണ്ണം കൊണ്ട്. കാരണം നിങ്ങൾക്കും ആ ഒരു കാണാൻ നിങ്ങളെ കണ്ണാടി നോക്കുമ്പം കാണാൻ നിങ്ങൾക്കും കുഴപ്പമില്ലെങ്കിൽ എന്തിനാ മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കേണ്ട എന്നൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ. വണ്ണം ഇല്ലാത്തവരാണെങ്കിലും അങ്ങനെ തന്നെ. പക്ഷേ ഇപ്പൊ ഈ പറഞ്ഞാൽ എൻ്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ണം കൂടി വരുമ്പോഴത്തേനും എനിക്ക് എൻ്റെ മുട്ട് താങ്ങത്തില്ല. ഒരു വെയിറ്റിനപ്പുറം എൻ്റെ മുട്ട് താങ്ങത്തില്ല. എൻ്റെ മുട്ടിന് താഴോട്ടൊക്കെ ഒരുമാതിരി ശോഷിച്ച പോലെ, ഇപ്പം കൈ ആണേലും കാലാണേലും മുട്ടിന് താഴോട്ട് ഒരുമാതിരി ശോഷിച്ച ഒരു ലുക്കാണ് എൻ്റെ ഒരു ഇതങ്ങനെ. അപ്പം എനിക്ക് മുട്ടിന് പ്രോബ്ലം വന്നപ്പോഴാണ് എൻ്റെ വണ്ണം കുറയ്ക്കണം എന്നുള്ള ഒരു അമിതമായ ഒരു ഇത്. എനിക്ക് വണ്ണം കുറച്ചേ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് പിന്നെ എൻ്റെ ഹെൽത്താണ് ഇതാകുന്നത്. കാണുന്ന ഒരു നമ്മൾ കാഴ്ചയിലുള്ള ഒരു ബുദ്ധിമുട്ടിനെക്കാട്ടിലും ഒരു കൂടുതൽ നമുക്ക് സ്വന്തമായിട്ട് ആ ഒരു മുട്ടുവേദനകളും ഒക്കെ തുടങ്ങും. അങ്ങനെ വന്നപ്പോഴാണ് ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ വണ്ണം കുറയ്ക്കണം എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം ഞാൻ എടുത്തത്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ വണ്ണം വെക്കും എന്നുള്ള പേടിയിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സിക്കായി പോവുക, ഇങ്ങനെ നിങ്ങൾക്ക് അമിതമായ ക്ഷീണം തോന്നിക്കുക, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അവിടെ വെച്ച് നിർത്തിയിട്ട് പോയി ഡോക്ടറെ പോയി കണ്ട് നിങ്ങൾക്ക് ഇത് പറ്റുന്നുണ്ടോ ഇല്ലയോ നിങ്ങളുടെ റീസൺസ് ഒക്കെ പറഞ്ഞ് അത് ചെയ്യുന്നതാണ് വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ഒരിക്കലും നിങ്ങളുടെ ബോഡി നിങ്ങളെ കാണിക്കുന്ന ഒരു സിംറ്റംസും നിങ്ങൾ ഇതാക്കി കാണല്ല. അത് ചെയ്യണം. അപ്പം ചിലർ ഡോക്ടറെ കാണാനുള്ള മടിക്ക് അതെല്ലാം മാറ്റി വെച്ചിട്ട് വീണ്ടും ഇതൊക്കെ തന്നെ തുടരും. അതൊന്നും അങ്ങനെ ഒരിക്കലും ചെയ്യല്ല. അത് നിങ്ങൾക്ക് കുഴപ്പമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, മീൻസ് നിങ്ങൾക്ക് ഭയങ്കരമായ ക്ഷീണമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഡോക്ടറെ പോയി കാണുക. അപ്പം അവർ പറയും ഏത് രീതിയിൽ ഇത് ഹാൻഡിൽ ചെയ്യണമെന്നുള്ള കാര്യം. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പോഴുള്ള കാര്യമാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ മറ്റുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പം ഒരിക്കലും ഹൈ കലോറീസ് ഉള്ള കാര്യങ്ങൾ അമിതമായിട്ട് അങ്ങ് കഴിക്കുക, എന്താ പറയുന്നത്, ആ ഫാസ്റ്റിംഗ് അങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു, ഇപ്പം ഞാൻ 8 മണിക്കാണ് രാവിലെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത്. അങ്ങോട്ട് ആ ഒരു 8 മണി ആവുമ്പം തന്നെ വെള്ളം ഒന്നും കുടിക്കാതെ നേരെ അങ്ങ് ഫുഡിലേക്ക് കിടക്കുക. ഒന്നുമില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആണെങ്കിൽ തന്നെയും ദോശയാണേലും ഇഡ്ഡലി പുട്ട് എന്താണേലും അതങ്ങ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതത്ര നല്ല ഒരു കാര്യമല്ല ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്. എപ്പോഴും നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേനും ആദ്യം ഈ പറഞ്ഞ പോലെ നട്ട്സിലോ നമ്മുടെ കയ്യിലുള്ള നട്ട്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം സ്മൂത്തീസ് ഒക്കെ കുടിക്കുന്നവരാണെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള കലോറി കുറഞ്ഞ സംഭവങ്ങൾ കഴിച്ചു തുടങ്ങണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹൈ കലോറീസ് ഉള്ള കാര്യങ്ങൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പോൾ ചാടിക്കയറി കഴിക്കൽ ബ്രേക്ക് ചെയ്യുമ്പം വല്ല നട്ട്സ്, സീഡ്സ് അല്ലെങ്കിൽ എന്താ പറയുന്നത് അങ്ങനെ കലോറി കുറഞ്ഞ എപ്പോഴും ഒരു ബെറ്റർ എപ്പോഴും ബ്രേക്ക് ചെയ്യുന്നത് വല്ല വാൾനട്ടിലോ അല്ലെങ്കിൽ കാഷ്യൂ നട്ട് അങ്ങനെയുള്ള നട്ട്സിൽ ബ്രേക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ലാതെ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഷുഗർ ഇല്ലാത്ത പാലിലൊക്കെ ബ്രേക്ക് ചെയ്യാമെന്ന് തോന്നുന്നു, പാല് കുടിച്ച് അങ്ങനെ ബ്രേക്ക് ചെയ്യാമെന്ന് തോന്നുന്നു. അത് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും സ്ഥിരമായി ഞാൻ ബ്രേക്ക് എന്താ പറയുന്നത് എൻ്റെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ ബ്രേക്ക് ചെയ്യുന്നത് നമ്മുടെ ഇതുകൊണ്ടാണ്, വാൾനട്ടിലാണ്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് വെറും വയറ്റിൽ വാൾനട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതല്ലാത്ത സമയത്ത് എനിക്ക് വലിയ ഇതില്ല. ആദ്യം ആ ഒരു വാൾനട്ടും ബദാമും ഇടും, എന്നാലും എനിക്ക് കൂടുതലും വാൾനട്ട് കഴിക്കാനൊരു ഇഷ്ടമുണ്ട്. വെറും നമ്മൾ അത് കുറച്ച് ആദ്യം തന്നെ വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചതിന് ശേഷം 2-3 വാൾനട്ട് എടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ ബദാം കുതിർത്തത് എടുത്ത് കഴിക്കുക, പിസ്ത കഴിക്കുക.
അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചായ കുടിക്കണമെങ്കിൽ എല്ലാം മധുരമില്ലാത്തത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഈ ഈറ്റിംഗ് വിൻഡോയിൽ ഷുഗർ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഷുഗർ അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും, പ്രത്യേകിച്ച് ഈ രാവിലെകളിൽ കഴിക്കാൻ ഷുഗർ, ആ ഒരു മധുരമില്ലാത്ത ചായ കുടിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഈ ഫാസ്റ്റിംഗ് ഒക്കെ ബ്രേക്ക് ചെയ്ത് ആദ്യം ഈ നട്ട്സ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് മധുരമില്ലാത്ത ചായ കുടിക്കുക. അങ്ങനെ അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഹൈ കലോറി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേനും കഴിക്കാതിരിക്കുക. ആദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിച്ച് പതുക്കെ തുടങ്ങുക. പിന്നെ ഈ ഈറ്റിംഗ് വിൻഡോയിൽ അങ്ങ് അമിതമായി, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അങ്ങ് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡും ഒന്നും അങ്ങനെ കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. വീട്ടിൽ നിന്ന് തന്നെ വീട്ടിൽ 3 നേരം വെക്കുന്ന കാര്യങ്ങൾ കഴിച്ച ഒരു കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ മീൻസ് ഭയങ്കരമായി ഇതൊന്നും കഴിച്ചില്ലെങ്കിലും, ഞാൻ എൻ്റെ ഫുഡ് റൂട്ടീൻ്റെ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, രാവിലെ നിങ്ങൾ ആ ഒരു ചെറുതായിട്ട് ആ ഒരു കഴിക്കുമ്പോൾ പ്രോട്ടീനും ഫൈബറും കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. അപ്പം ദോശയാണെങ്കിൽ ദോശയുടെ കൂടെ ചമ്മന്തിക്ക് പകരം ഞാൻ ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് ചെറുപയർ കറി കഴിക്കുക. അപ്പം അതങ്ങ് ശരിയാവും. ഈ ഇഡ്ഡലി ആണേലും അതുപോലെ തന്നെ ഈ പയർ ഐറ്റംസ്, കടലക്കറി, അങ്ങനെയുള്ള കാര്യങ്ങൾ, ചെറുപയർ, കടല, പരിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. മുട്ട, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഉച്ചയ്ക്കാണേലും ചോറിൻ്റെ കൂടെ ചോറും ഒരു ഒഴിച്ചുകറി മാത്രം കുഴച്ച് കഴിക്കാതെ ചോറിൻ്റെ കൂടെ പച്ചക്കറികൾ, തോരനോ മെഴുക്കുവരട്ടിയോ പിന്നെ മീൻകറിയോ അങ്ങനെ മുട്ടയും ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുക. ഡിന്നർ ആണേലും ഇപ്പം ഡിന്നർ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്ന അരിക്ക് പകരം ഗോതമ്പ് കഴിക്കാനാണ്. ഡിന്നറിന് മൂന്നാമത്തെ എപ്പോഴും ഗോതമ്പിൻ്റെ എന്തെങ്കിലും ഗോതമ്പ് പുട്ടോ ഗോതമ്പ് ദോശയോ അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ ചുടാൻ ഇഷ്ടമുള്ളവർ ചപ്പാത്തിയും പനീറും കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കുക്കുംബറും ക്യാരറ്റും കൂടെ കഴിക്കുക. ചപ്പാത്തി അല്ലെങ്കിൽ ഇതുപോലെ ദോശയും പയറുകറിയും കഴിക്കുക. അതിൻ്റെ കൂടെ കുറച്ച് കുക്കുംബറും ക്യാരറ്റും. ഈ ഡിന്നറിൻ്റെ കൂട്ടത്തിൽ ഈ സാലഡ് ഇൻക്ലൂഡ് ചെയ്യണം. കുക്കുംബർ, ക്യാരറ്റ്, നിങ്ങൾക്ക് അതൊരു സാലഡ് വേറെ നല്ല രീതിയിൽ ഇപ്പം ഇങ്ങനെയുള്ള കുറേ പച്ചക്കറികളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നവരാണെങ്കിൽ അത് ഡിന്നറിൻ്റെ കൂടെ എപ്പോഴും അത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോഴും ചപ്പാത്തിയും പനീറും കഴിക്കുന്നെങ്കിൽ കുറച്ച് സാലഡ് കഴിക്കുക. ഗോതമ്പുട്ടും പയറുകറിയാണ് കഴിക്കുന്നെങ്കിൽ അതിൻ്റെ കൂട്ടിലും കുറച്ച് സാലഡ്, കുക്കുംബറും ക്യാരറ്റും മാത്രം കഴിച്ചാലും മതി. ഒത്തിരി കാര്യങ്ങളൊന്നും കഴിച്ചില്ലേലും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നല്ല ഒരുമാതിരി നമുക്ക് നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് ക്ഷീണമൊന്നും അധികം വരാതെ, പിന്നെന്താ നമ്മുടെ ബ്ലഡ് കൗണ്ട്, മുടി പൊഴിച്ചിൽ എല്ലാം ഇങ്ങനെ കൺട്രോൾ ഒന്നും അങ്ങനെ എന്താ പറയുന്നത്, നമ്മുടെ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ പറ്റും. അപ്പം ആ രീതിയിലൊക്കെ നോക്കി കഴിച്ചു കഴിഞ്ഞാൽ. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് ഉറങ്ങുക. ഉറക്കം എനിക്ക് കുറച്ച് കുറവുള്ള കാര്യവും കൂടാണ് അത്. ഉറക്കം എനിക്ക് എന്താ പറയുന്നത്, എനിക്ക് ഈ പറഞ്ഞാൽ വലിയൊരു ഉറക്കം എനിക്ക് കുറവാണ്. എന്താണെന്നറിയത്തില്ല അത് എനിക്ക്. പക്ഷെ അത് വലിയൊരു പ്രശ്നമായിട്ടും, ഒരുപാട് ഉറക്കം കുറഞ്ഞാലേ അങ്ങനെ ഒരു പ്രശ്നമാകത്തുള്ളൂ. എനിക്ക് ഉറങ്ങുന്നൊരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും 6 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ഉറങ്ങണമെന്നല്ലേ പറയുന്നത്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, എനിക്കൊരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഇപ്പം എത്ര നേരത്തെ കിടന്നാലും എനിക്ക് ആ ഒരു ഉറക്കം അങ്ങനെ വരുന്നുള്ളൂ. ചിലപ്പം എന്താ പറയുന്നത്, അത് ചിലപ്പോൾ എൻ്റെ ബോഡിക്ക് ആ ഒരു ഉറക്കം ചിലപ്പം ഞാൻ നല്ല ഡീപ്പ് സ്ലീപ്പിലേക്കായിരിക്കും പോകുന്നത്, എനിക്കറിയത്തില്ല. ഞാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ ഉറക്കം ഒന്നും ഒരു നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് അങ്ങോട്ട് നടക്കുന്നില്ല. ഉറക്കം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഒരു 6-8 മണിക്കൂറൊക്കെ ഡെയിലി ഒരു ദിവസം ഉറങ്ങണമെന്നാണ് പറയുന്നത്. പക്ഷേ ഉറങ്ങാൻ പറ്റുന്നവരങ്ങനെ ഉറങ്ങുക. ഞാനും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ട്.
പണ്ടേ എനിക്ക് ഉറക്കം കുറവാണ്. ഇപ്പോഴും ഈ ഒരു അടുത്ത കാലത്തല്ല, എനിക്ക് ഞാൻ കൊച്ചിലെ തൊട്ടേ എനിക്ക് ഈ ഉച്ചയ്ക്കൊക്കെ കിടന്നുറങ്ങാനൊക്കെ ഉറക്കം എനിക്ക് വലിയ ഒരു ഇതില്ലാത്ത കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങാറില്ല. ഈ പറഞ്ഞ അമിതമായ ക്ഷീണം അല്ലെങ്കിൽ അമിതമായി ആഹാരം അടിച്ച് കയറ്റിയാൽ മാത്രം എനിക്ക് ഉച്ചയ്ക്ക് ഉറക്കം വരത്തുള്ളൂ. അത് വല്ല ബിരിയാണിയോ അങ്ങനെ വല്ല, ഇപ്പം നമ്മൾ ശനി ഞായറൊക്കെ ചീറ്റ് ഡേയ്സ് എന്ന് പറഞ്ഞ സംഭവത്തിൽ നമ്മൾ ചെയ്യത്തില്ല. അപ്പം അങ്ങനെ വല്ലതൊക്കെ കൊടുക്കുമ്പോൾ ആ ക്ഷീണം കൊണ്ട് ചിലപ്പം കണ്ണടഞ്ഞു. അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ കിടന്നു കഴിയുമ്പോഴത്തേക്കിന് എനിക്ക് കിടക്കും ഞാൻ ഉച്ചയ്ക്ക്, പക്ഷെ ഞാൻ അങ്ങനെ ഉറങ്ങാറില്ല. അപ്പം ഉറങ്ങാൻ പറ്റുന്നവര് നന്നായിട്ട് ഉറങ്ങുക. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എക്സർസൈസ് ആണ്. എക്സർസൈസ് ഞാൻ മെയിനായിട്ടും ചെയ്തിരിക്കുന്നത് നടത്തമാണ്. നടത്തം മാത്രമേ ഞാൻ മെയിനായിട്ടും ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പം ലോക്ക്ഡൗൺ ടൈമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിന്ന് ചെറിയ തോതിലൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ബോഡി ഒന്ന് ആക്റ്റീവായിട്ട് വെക്കാനും ഈ പറഞ്ഞ പോലെ എനർജറ്റിക് ആയിട്ട് ഇരിക്കാനും. രാവിലെ നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല ആക്റ്റീവായിട്ടിരിക്കും. ഇപ്പം രാവിലെ ഒന്ന് നടക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വന്നാൽ നമുക്ക് ആ ഒരു മടി, ആ ഒരു ലേസിനെസ് കുറേ കുറഞ്ഞു കിട്ടും. നമ്മൾ നല്ല ആക്റ്റീവായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊരു ഇത് കിട്ടും. അപ്പം ഞാൻ കൂടുതലും നടത്തമാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അവരവരുടെ ബോഡി ടൈപ്പിനനുസരിച്ച് അതൊക്കെ തീരുമാനിക്കാനേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എൻ്റെ ഒരു ബോഡി ഒരു ഇതായിരിക്കത്തില്ല നിങ്ങൾക്ക്. എല്ലാവരുടെയും ജീനുകൾ ഡിഫറെൻ്റ് അല്ലേ. അപ്പം എൻ്റെ ഒരു ബോഡി പ്രതികരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല നിങ്ങളുടെ ഒരു ബോഡി ചെയ്യണം. അപ്പം നമ്മൾ നമ്മളെ തന്നെ, നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ അനലൈസ് ചെയ്തിട്ട് ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഞാനിപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഇനി ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത് ചെയ്യാതിരിക്കുമ്പോഴാണ് ചെയ്യരുതാത്ത കാര്യങ്ങൾ പറയുന്നത്. നല്ലപോലെ വെള്ളം കുടിക്കാതിരിക്കുക, ഫാസ്റ്റിംഗ് ഈ പറഞ്ഞ പോലെ ഫാസ്റ്റിംഗ് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്യാതിരിക്കുക, എക്സർസൈസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ എക്സർസൈസ് അമിതമായിട്ട് ചെയ്യുക. പിന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഈ ഈറ്റിംഗ് വിൻഡോയിൽ കഴിച്ചുകൊണ്ടിരിക്കുക, അങ്ങ് അമിതമായിട്ട് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. പിന്നെ ലാക്ക് ഓഫ് പ്രോട്ടീൻ, ലാക്ക് ഓഫ് ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ടാകുക. അതായത് നമ്മൾ ഈ വണ്ണം കുറയ്ക്കണമെന്നുള്ള അമിതമായ ഈ പറഞ്ഞ പോലെയുള്ള ആഗ്രഹം കയറി വരുമ്പോഴത്തേനും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കത്തില്ല. അപ്പം അങ്ങനെ ചെയ്യുക. പിന്നെ നമ്മൾ അമിതമായിട്ട് സ്ട്രെസ് ചെയ്യാതിരിക്കുക. ഈ വണ്ണം ചിലപ്പോൾ ഞാൻ പറയട്ടെ, എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 2-3 കിലോയൊക്കെ പെട്ടെന്ന്, ഞാനിപ്പം ഒരു ഡയറ്റും എടുക്കാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ. അപ്പം ആദ്യത്തെ ഒരു 2-3 കിലോയൊക്കെ പെട്ടെന്ന് കുറഞ്ഞു നമ്മൾ ആ ഒരു ഡയറ്റ് ചെയ്യുമ്പോൾ. പിന്നെ അങ്ങോട്ട് പതുക്കെയാണ് എൻ്റെ ഒരു ഡയറ്റ് പ്ലാനിൽ കുറഞ്ഞു വന്നത്. ഞാൻ പറയില്ല, ഞാനൊരു 5-8 മാസം എടുത്താണ് എൻ്റെ ഒരു 78-79 ഒരു 63 ഒക്കെ എത്തിച്ചത്. അപ്പം അതിനുള്ള ഒരു ക്ഷമയും ആ ഒരു ഇതും വേണം. അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ അങ്ങനെ ആ ഒരു മാനസികാവസ്ഥ ഇല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് ആകുകയാണ് ചെയ്യുന്നത്. അയ്യോ എൻ്റെ വണ്ണം കുറയുന്നില്ലേ എന്നുള്ള ഒരു ഇതില് അപ്പം ഒന്നുകൂടെ നമ്മൾ എന്താ പറയുന്നത് കഴിക്കാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യല്. നമ്മൾക്ക് അതിനൊരു ക്ഷമ കൊടുക്കണം. എപ്പോഴും ഒരു മാസം കൊണ്ട് 5-8 കിലോ കുറയുന്നതിലും നല്ലത്, ഇപ്പം എൻ്റെ എത്ര കിലോ കുറഞ്ഞു, 10-15 കിലോയോളം കുറഞ്ഞു. ഈ ഒരു മാസം കൊണ്ട് ഞാൻ ഈ 15 കിലോ കുറയ്ക്കാൻ നോക്കി. ഇനി കുറച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിക്ക്, നമ്മുടെ ഓർഗൻസ് ഒക്കെ ചുരുങ്ങുകയാണ് ചെയ്യണത്. നമ്മുടെ വയറ് ചുരുങ്ങും, എല്ലാം ചുരുങ്ങി നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പോയി പിന്നെ അവസാനം നമ്മൾ തന്നെ കാണത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും വിചാരിക്കില്ല. നമ്മൾ ആ ഒരു സമയമെടുത്ത് തന്നെ കുറയ്ക്കേണ്ട ഒരു കാര്യമാണ് ഈ വെയിറ്റ്. നമ്മളിപ്പം എനിക്കറിയത്തില്ല, എല്ലാവരുടെയും ബോഡി അങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു ഇതിൽ ചിലപ്പം ചിലർക്ക് എനിക്ക് തോന്നുന്നു ഞാൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കഴിച്ച് തന്നെയാണ് വണ്ണം കുറച്ചിരിക്കുന്നത്. അതായത് കഴിക്കാതെ ഞാൻ അങ്ങനെ വണ്ണം കുറച്ചിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പം എത്രത്തോളം ചിലർക്ക് ബോഡി വീണ്ടും വണ്ണം വെക്കാന്നുള്ള ഒരു പരിപാടിയിലേക്കാണ് പോകുന്നതെങ്കിൽ അത് ആ ഒരു ഡയറ്റ് അല്ല ചെയ്യേണ്ടത്. അപ്പം ഏറ്റവും നല്ലതൊരു ഡോക്ടറെ കാണുക, ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കാണുക. അപ്പം അവരത് കറക്റ്റ് രീതിയിൽ പറഞ്ഞു തരും.
നമ്മളിപ്പം എന്തൊക്കെ ഡയറ്റ് എടുത്തിട്ടും നമ്മൾ വണ്ണം വെക്കുകയാണ്, വണ്ണം കുറയുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഡയറ്റീഷ്യനെ കണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിൽ ആ ഒരു ഇത് നമുക്ക് ഫോളോ ചെയ്ത് വണ്ണം കുറയ്ക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു സ്ട്രെസ് നമ്മൾ ചെയ്യല്ലെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ അതിനൊരു സമയം കൊടുക്കുക, ഒരു ക്ഷമ കൊടുക്കുക. നമ്മളൊരു കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിങ്ങനെ ചെയ്തു പോവുക. ഇപ്പം ഞാൻ ആ സമയത്ത് ആഴ്ചയിൽ എനിക്ക് നല്ല വണ്ണമുള്ള ഇതിൽ ആഴ്ചയിൽ 6 ദിവസവും ഞാൻ ഞാൻ ആദ്യത്തെ ഒരു മാസത്തിന് ശേഷം ഒരു 80:16 റേഷ്യോയിൽ സ്റ്റാർട്ട് ചെയ്ത്. അപ്പം ഞാൻ ആയിട്ട് 6 ദിവസം ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ചീറ്റ് ഡേ എടുക്കുമായിരുന്നു. കാരണം അങ്ങനെ ഒരു ചീറ്റ് ഡേ എന്ന് പറഞ്ഞ സംഭവം എടുക്കണം. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും ഒരു ദിവസം നമ്മൾ ഇത് മറികടന്ന് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ച് ഒരു ദിവസം എടുക്കണം. എന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യണം. ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമ്മുടെ ശരീരത്തിൽ അത് ഇത് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു അനുഭവം. ആ ഒരു കൺസിസ്റ്റൻസി അതാണ്. ഇപ്പം ചിലപ്പം ചിലർ 1 മാസം ചെയ്യുമോ, ഒന്നും പറ്റുന്നില്ല അതങ്ങ് നിർത്തും. പക്ഷെ അങ്ങനെ നിർത്തരുത്. വണ്ണം കുറയ്ക്കുന്നില്ല അല്ലെങ്കിൽ 1 മാസം നമ്മൾ ഒരു രീതി പോകും, എന്നിട്ട് വണ്ണം കുറയുന്നില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ ഫുഡേ ഒഴിവാക്കും. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. നമ്മൾ കഴിച്ചുകൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഫുഡ് ഒഴിവാക്കിയിട്ടുള്ള ഒരു വണ്ണം കുറയ്ക്കുന്ന പരിപാടിയില്ല. കഴിച്ചുകൊണ്ട് തന്നെ നമ്മൾ വണ്ണം കുറയ്ക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇതിൽ ചെയ്യരുതാത്ത കാര്യം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഓവർ സ്ട്രെസ് ചെയ്ത് ആ ഒരു ഒന്നുമില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബോഡിയെ ശരിയായിട്ട് മനസ്സിലാക്കാതെ, ഈ പറഞ്ഞ പോലെ വേണ്ട ഒന്നും കഴിക്കാതെ അങ്ങനെയൊക്കെ ഒരു ശീതിയിലേക്ക് പോവും. അല്ലെങ്കിൽ നമ്മൾ ഇതങ്ങ് ഡ്രോപ്പ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിന്ന് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മൾ ഡൂസ് ആൻഡ് ഡോൺസ് ഇൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡൂസ് ആൻഡ് ഡോൺസ് ഇൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. അപ്പോൾ നിങ്ങൾ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. കഴിച്ചുകൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുക. പട്ടിണി കിടന്നു കഴിഞ്ഞാൽ വണ്ണം കുറയുന്നതിനേക്കാൾ ഉപരി ആളില്ലാതായി പോത്തേ ഉള്ളൂ. അതുകൊണ്ട് പട്ടിണിയൊന്നും കിടക്കാതെ അവനവന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കഴിച്ചുകൊണ്ട് അനാവശ്യമായി കഴിക്കാതെ പ്രോപ്പറായിട്ടുള്ള എക്സർസൈസ് ചെയ്ത് നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണെങ്കിലും ഏത് ഡയറ്റ് ആണെങ്കിലും ആ ഒരു രീതി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ണം കുറയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.